ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിൽ റമദാനെ കുറിച്ച് പറയുന്നത് 2-ാമത്തെ അധ്യായത്തിലെ 183-ാമത്തെ സൂക്തത്തിലാണ്. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ് ആ സൂക്തം. കുത്തിബ എന്ന പദം പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ റമദാനെ കുറിച്ച് റമദാൻ നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് പറയുന്നത്. ഈ പേജിൽ ഖുർആനിൽ ആ പേജ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള പേജിൽ 2 തവണ കുത്തിബ പറഞ്ഞിട്ടുണ്ട്. ആ കുത്തിബ ഒന്ന് കുത്തിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങൾക്ക് പ്രതിക്രിയ നിർബന്ധമാക്കിയിരിക്കുന്നു. രണ്ടാമത്തൊന്ന് കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയ, നിങ്ങൾ മരണമാസന്നമായാൽ സമ്പത്ത് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ വസിയത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു. ആദ്യത്തെ കുത്തിബ ഒരു ക്രിമിനൽ നിയമവുമായി ബന്ധപ്പെട്ടാണ്, ഖിസാസിനെ കുറിച്ചാണ്, പ്രതിക്രിയയെക്കുറിച്ചാണ്. രണ്ടാമത്തെ കുത്തിബ യഥാർത്ഥത്തിൽ ഒരു സിവിൽ നിയമത്തെക്കുറിച്ചാണ്, കുടുംബത്തിലെ സ്വത്തവകാശവുമായി വസിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മൂന്നാമത്തെ കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് പറയുന്നത്, ഇതല്ലാത്ത കുത്തിബകളും പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കുത്തിബ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ആ നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ഹിക്മത്ത് എന്താണ്, അതിൻ്റെ യുക്തി എന്താണ് അതിൻ്റെ പ്രചോദനം ആവശ്യം എന്നുള്ളത് അതേ ആയത്തിൽ തന്നെ, സൂക്തത്തിൽ തന്നെ തൊട്ടുടനെ പറയുന്നുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാവാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്. മുത്തഖിയാവുക എന്നതിന് പണ്ഡിതന്മാർ, പൂർവ്വകാല സലഫു സാലിഹുകൾ അതിൻ്റെ നിർവചനം പറഞ്ഞു തന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ എല്ലാ വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിക്കുക എന്നാണ്. അതിൽ ക്രിമിനൽ നിയമങ്ങൾ ഉണ്ടാവാം, സിവിൽ നിയമങ്ങൾ ഉണ്ടാവാം, മത നിയമങ്ങളായ നോമ്പ് പോലുള്ള ആരാധനാ അനുഷ്ഠാനങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പൂർണ്ണമായും അത് ആധുനിക കാലഘട്ടത്തിലും ഖിസാസ് ഉൾപ്പെടെയുള്ള, പ്രതിക്രിയ ഉൾപ്പെടെയുള്ള, വസിയത്ത് ഉൾപ്പെടെയുള്ള, സാമ്പത്തിക വിഷയങ്ങളിലുള്ള, അതുപോലെ തന്നെ അനന്തരാവകാശ നിയമങ്ങളിലുള്ള, അതേപോലെ അനുഷ്ഠാന ആരാധനകളിലുള്ള എല്ലാ വിധിവിലക്കുകളും പാലിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി എന്ന മുത്തഖി എന്ന നിർവചനത്തിൽ ആയിത്തീരുന്നത്. അങ്ങനെ പൂർണ്ണമായ മുത്തഖി ആയിത്തീരുക എന്നതാണ് ഒരാൾ നോമ്പെടുക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലാ മാസങ്ങളിലും, എല്ലാ ദിവസങ്ങളിലും, വർഷങ്ങളിലും പാലിക്കുക എന്നതാണ് മുത്തഖിയാകുന്നതിൻ്റെ പൊരുൾ, ആകത്തുക എന്നതാണ് റമദാനിനെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുത്തഖിയാവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടത് അതിലൂടെയാണ്.